Hi friends, welcome back to rinusdairy. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുളിഞ്ചി അതായത് മലപ്പുറത്തുകാരുടെ മുളക പച്ചടി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് പുളി കുതിരാൻ വെക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു ബൗളിന് ഒരു 1/4 പാത്രത്തോളം പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി എടുത്ത അതേ പാത്രത്തിന് തന്നെ ഒരു പാത്രം വെള്ളത്തിലേക്ക് ഒഴിച്ചെടുത്ത് കുതിരാൻ വെക്കാം. ഇത് നന്നായി കുതിർന്നതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ കൂടുതൽ വെള്ളം ചേർത്ത് പിന്നീട് പിഴിഞ്ഞെടുക്കേണ്ട, ഒരു തവണ പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവ് കുറവുള്ള ടൈപ്പ് പച്ചമുളകാണ് വേണ്ടത്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമിനടുത്ത് പച്ചമുളക്, 100 ഗ്രാം ഇല്ല, 100 ഗ്രാമിനടുത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് പിളർന്നു കൊടുക്കാം. അടിവരെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ മുളകും ചെയ്തെടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എള്ള് നന്നായിട്ട് കുക്കായി മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് എള്ള് വറുത്തെടുത്തതുപോലെ തന്നെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എള്ളും കടുകും ഒക്കെ നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് അതേ പാൻ തന്നെ വെച്ച് അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഈ മുളകിൻ്റെ കളർ മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ചോക്കുന്ന വരെ വഴറ്റിയെടുക്കേണ്ടത് പറഞ്ഞത്, മുളകും കൂടെ ആയി കിടന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്ക് ഇഞ്ചിൻ്റെ കളറൊക്കെ മാറി അത് കരിഞ്ഞു പോവും. അപ്പം മുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. മുളക് നന്നായി വഴന്ന് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ കളർ മാറി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കയ്യിലേക്ക് അതിൻ്റെ ആവി എടുത്ത് കൈ പൊള്ളും. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാൻ പറഞ്ഞത്. പുളിവെള്ളം ആ ഒറ്റ തവണ മാത്രം പിഴിഞ്ഞെടുത്താൽ മതി. കൂടുതൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ ലൂസാവും. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. 200 ഗ്രാം ശർക്കര ഒരു കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഇനി ശർക്കര കച്ചറൊന്നും ഇല്ലാത്ത ടൈപ്പ് ഇത് ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉരുക്കിയെടുക്കണമെന്നില്ല, ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പും മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എള്ളും കടുകൊക്കെ വറുത്ത് പൊടിച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചക്കടുക് അരച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പച്ചക്കടുക് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുകൂടെ ചേർത്ത് 1 മിനിറ്റോളം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുക.